കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ചില ആളുകളെ വിളിച്ച് ചോദിക്കുന്ന സംശയത്തെ ആസ്പദമാക്കിയാണ് നമ്മളിത് വീഡിയോ ഇടുന്നതും പറയുന്നതും. വിളിച്ചു ചോദിക്കാറുണ്ട്, ഈ ആഭിചാരം എന്ന് പറയുന്നതുണ്ടോ? ആഭിചാരം എന്താണ്? ഞങ്ങളുടെ കുടുംബത്തിൽ ആഭിചാര ദോഷങ്ങളുണ്ട്, അതെങ്ങനെ മാറ്റാം, അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതെല്ലാം. അതായത് ശത്രുദോഷം വരുത്തുന്ന ഒരു മാന്ത്രിക ക്രിയയാണ് ആഭിചാരം എന്ന് പറഞ്ഞാൽ. അതങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും ചെയ്യിക്കാനോ ഒന്നും സാധിക്കില്ല. എങ്കിൽ തന്നെയും ആഭിചാരം എന്ന് പറയുന്നത് ഒരു മാന്ത്രിക ക്രിയയാണ്. നമ്മൾ വിശ്വസിച്ചു പോയാൽ തീർച്ചയായിട്ടും അതിന്റെ ദോഷങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി തന്നെ വരാറുണ്ട്. ഏതെങ്കിലും തന്റെ ശത്രുവിനെ കൊല്ലാനോ അപകടത്തിൽപ്പെടുത്താനോ ദോഷങ്ങൾ വരുത്താനോ ചില മന്ത്രവാദികള്, സാത്വികമായ ദൈവങ്ങളെ കൊണ്ടൊന്നും നമുക്കത് സാധിക്കണമില്ല, ആരും ചെയ്യാറുമില്ല. മന്ത്രവാദികള് ചെയ്യുന്ന ദുഷ്കർമ്മമാണ് ഈ ആഭിചാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ലോഹത്തകിടില് സ്വാധ്യായം എഴുതി ചില അടയാളങ്ങളും കളങ്ങളും ശത്രുവിന്റെ ചിത്രമൊക്കെ വരച്ച് ഇത്ര ദിവസം എന്ന കണക്കിൽ പൂജ ചെയ്ത് എടുക്കുന്നു. ശത്രുവിന്റെ ചിത്രം വരച്ചാൽ പിന്നെ പറയണ്ട, പിന്നെ അത് ആ ശത്രു ആണെന്ന് മനസ്സിൽ വിചാരിച്ചു പോയാൽ പിന്നെ അങ്ങനെയാണ് ആഭിചാരമൊക്കെ ചെയ്യുന്നത്. അതൊന്നും സ്വാഭാവികമായിട്ട് ഇപ്പൊ ആരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. പണ്ടൊക്കെ കാലത്തൊക്കെ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് ആ തകിട് ചുരുട്ടി ഒരു കുഴലിലോ മറ്റേതെങ്കിലും പ്രത്യേകതരം സാധനങ്ങളിലൊക്കെ അടക്കം ചെയ്ത് ശത്രു നടന്നു വരുന്ന വഴിയിലോ അല്ലെങ്കിൽ ശത്രു താമസിക്കുന്ന ഇടങ്ങളിലോ ഒക്കെ ഇട്ട് കൊണ്ടുവച്ച് പോരുന്ന ഒരു പ്രക്രിയയാണ് ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശത്രു വരുന്ന വഴിയിൽ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അയാൾ അറിയാതെ അതിനെ മറികടത്തുകയോ ചവിട്ടുകയോ അതിനെ കടന്നു പോവുകയോ ചവിട്ടുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ കൃത്യമായ മന്ത്രം ഉരു ചെയ്ത് സ്ഥാപിച്ചാൽ ഇത്ര ദിവസം എന്നാണ് കണക്കുണ്ട്. ഇത്ര ദിവസമാണ് അത് പൂജ ചെയ്യേണ്ടത്, ഇത്ര ദിവസത്തിനകം എന്നൊക്കെ ഒരു കണക്കുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണെങ്കിൽ ശത്രുവിന് ദോഷം വരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നതും. ആളുകളുടെ വിശ്വാസവും അത് തന്നെയാണ്. ഇനി അത് എങ്ങനെയാണ് വന്നുപോയി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ആ വ്യക്തിയുടെ ശരീരത്തിലോ കുടുംബത്തിലോ ആഭിചാരം ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആഭിചാര ദോഷങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ചെയ്തതായ ദോഷങ്ങളെ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഏത് ദൈവത്തിലൂടെയാണോ സ്വാത്വിക ഇതിലാണോ നമ്മൾ ചെയ്യേണ്ടത്, വൈഷ്ണവത്തിലാണോ എന്ന് നോക്കി അതിൽ നിന്ന് നമ്മൾ ആ ചെയ്തിരിക്കുന്ന ക്രിയയെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി അതിൻ്റെതായ ഹോമാദി ക്രിയകളും പൂജാതി കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ഷോഡശക്രിയകളൊക്കെ ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് അതിൻ്റെതായ ദോഷം നമ്മൾ ഒഴിവാക്കി ആ വ്യക്തിയെ നമ്മൾ പരിപൂർണനായിട്ട് സ്വതന്ത്രനാക്കി കൊടുക്കും. തകിട് കൂടാതെ ചില ആളുകൾ പണ്ട് ഈ മാന്ത്രികന്മാരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൂച്ച, തവള, ഊന്ത്, പല്ലി ഇങ്ങനെയൊക്കെ തലയറുത്ത് ചൊറിച്ചിലുള്ള ചേനയിലൊക്കെ ആഭിചാരം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആഭിചാരം ഒഴിവാക്കാനായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ചില പരിഹാരങ്ങളും നല്ല രീതിയിൽ ആളുകൾ ചെയ്തു പോരുന്നുണ്ട്.